നമസ്കാരം ട്രേഡേഴ്സ്, എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. ഇന്നലെ നമ്മൾ കണ്ടത് ബാങ്ക് നിഫ്റ്റിയും ഫിൻ നിഫ്റ്റിയും അതിൻ്റെ ഓൾ ടൈം ഹൈ എല്ലാം തന്നെ ടച്ച് ചെയ്തതിന് ശേഷം വീണ്ടും താഴേക്ക് പതിച്ചതാണ്. സ്വാഭാവികമായ രീതിയിൽ ഇന്ന് ബുധനാഴ്ച ദിവസം മാർക്കറ്റ് അവധിയുള്ള ഇന്ന് ഇന്ത്യൻ സമയം വൈകിട്ട് 7 മണിക്ക് ശേഷമാണ് യു എസിൽ നിന്ന് ഗ്ലോബൽ മാർക്കറ്റുകളിൽ എല്ലാം തന്നെ കാത്തിരിക്കുന്ന യു എസിലെ സെൻട്രൽ ബാങ്ക് അവിടുത്തെ പലിശ നിരക്ക് വർധനവ് സംബന്ധിച്ചിട്ടുള്ള സുപ്രധാനമായിട്ടുള്ളൊരു തീരുമാനമെടുക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു തീരുമാനം എന്തായിരിക്കാം എന്നുള്ളൊരു ആകാംക്ഷയിൽ ഓൾറെഡി തന്നെ പ്രോഫിറ്റിലുള്ള അല്ലെങ്കിൽ ഓൾറെഡി തന്നെ നിഫ്റ്റി ഇത്രയധികം ഓൾ ടൈം ഹൈ ആണ്. ആ ഒരു പെർസ്പെക്റ്റീവിൽ റീറ്റെയിലേഴ്സ്, ഞാൻ വീണ്ടും അടിവര ഇട്ട് പറയുന്നു, റീറ്റെയിലേഴ്സ് നടത്തിയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നമ്മൾ ഇന്നലെ കണ്ടത്. കാരണം കഴിഞ്ഞ 2 ദിവസവും, തിങ്കളാഴ്ച ദിവസവും ചൊവ്വാഴ്ച ദിവസവും, അതായത് 29-ാം തീയതിയും 30-ാം തീയതിയും ആഭ്യന്തര വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. FIS ഇന്നലെയും 1071 കോടി രൂപയുടെ ബൈ നടത്തി. തിങ്കളാഴ്ച ദിവസം 169 കോടി രൂപയുടെ ബൈ നടത്തി. DIC ഇന്നലെ 1429 കോടി രൂപയുടെ ബൈ നടത്തി. തിങ്കളാഴ്ച ദിവസം 692 കോടി രൂപയുടെ ബൈ നടത്തി. അപ്പോൾ സ്വാഭാവികമായി നടന്ന ആ ഒരു പാനിക് സെല്ലിങ്, അതല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്, ഇത്തരം വലിയൊരു ഈവൻ്റാണ്. ആ ഒരു ഈവൻറ്റിന് മുമ്പിൽ ഓൾറെഡി തന്നെ പ്രോഫിറ്റിലുള്ള ആളുകൾ എല്ലാം തന്നെ കൂടുതൽ റിസ്ക് എടുക്കാൻ നിന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ മാർക്കറ്റ് അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ സീവിയറായിട്ട് സെൽ ഓഫ് ചെയ്തു. പക്ഷേ ഒരു കാര്യമുള്ളത്, നമ്മളുടെ മാർക്കറ്റ്, ഇനി നമ്മുടെ മാർക്കറ്റിലേക്ക് വരാം. നമ്മളുടെ മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്തതിന് ശേഷം യൂറോപ്യൻ മാർക്കറ്റ്, US മാർക്കറ്റ് അതിതീവ്രമായ രീതിയിൽ ഒരു വലിയ സീവിയർ ഫോളാണ് എസ്പെഷ്യലി US മാർക്കറ്റിലും നാസ്ഡാക്കിലും ഡോയിലും ഉണ്ടായിട്ടുള്ളത്. നമുക്ക് ആദ്യം തന്നെ ഇന്നലത്തെ US മാർക്കറ്റും അതല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റും പരിശോധിച്ചതിന് ശേഷം നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് തിരികെ എത്താം. കാണാം, US മാർക്കറ്റിൻ്റെ ഏറ്റവും താഴെ നാസ്ഡാക്ക് 2% നാസ്ഡാക്ക് ഇടിഞ്ഞത്, 325 പോയിൻറ്റ്, ഡോ 570 പോയിൻറ്റ്. അതിന് മുകളിലുള്ള യൂറോപ്യൻ മാർക്കറ്റ് റെഡിലായിരുന്നു. ഏറ്റവും ടോപ്പിൽ കാണാം, ഏറ്റവും ടോപ്പിൽ എന്താ കാണുന്നത്, ബിറ്റ്കോയിൻ $5000. അത് ഇപ്പോഴാണ്, ഇന്നാണ് ബിറ്റ്കോയിൻ $5000 ഇടിവിലാണ്. കൂടാതെ തന്നെ ഓപ്പൺ ആയിട്ടുള്ള, ഇന്ന് മെയ് ദിനം ആയതുകൊണ്ട് ഒട്ടുമിക്ക യൂറോപ്യൻ ഏഷ്യൻ മാർക്കറ്റുകളും ക്ലോസനായിരുന്നു. എന്നാൽ ഓപ്പണായ ജപ്പാൻ മാർക്കറ്റ് മാത്രമേ ഇന്ന് ഓപ്പൺ ആയിരുന്നു. ജപ്പാൻ മാർക്കറ്റും റെഡിൽ അടച്ചു. ഓസ്ട്രേലിയയും ഇന്ന് ഓപ്പൺ ആയിരുന്നു. ഓസ്ട്രേലിയ 1.5% ഇടിവിലാണ് ഉള്ളത്. കൂടാതെ തന്നെ അതിന് ഏറ്റവും ടോപ്പിൽ നിന്ന് രണ്ടാമത് ഗോൾഡ് $2284, ബ്രന്റ് ഓയിൽ $85 എന്ന നിലയിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത്, ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം നാസ്ഡാക്ക് അതിതീവ്രമായ രീതിയിൽ ഇടിഞ്ഞു എന്നുള്ളതാണ്. നാസ്ഡാക്കിലെ ടെക്നോളജി കമ്പനീസിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ നമുക്ക് ഏറ്റവും അവസാനം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് ന്യൂസിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ഹെഡ്ലൈൻസിലേക്ക് വരാണെങ്കിൽ, മാരുതി സുസുക്കി അവരുടെ വാഹനം, കാറ് അടുത്ത ഫിനാൻഷ്യൽ ഇയറിലോട് കൂടിയിട്ട് അഗ്രസീവായിട്ട് അവർ പ്രൊഡക്ഷൻ നടത്തുമെന്ന് ഇവരുടെ ചെയർമാൻ പറഞ്ഞു എന്നുള്ള ന്യൂസാണ്. അതുപോലെ തന്നെ ഇവരുടെ നെക്സ്റ്റ് ജനറേഷൻ സ്വിഫ്റ്റ് 11,000 രൂപക്ക് പ്രീ ബുക്ക് സ്റ്റാർട്ടായിട്ടുണ്ടെന്നുള്ള ന്യൂസ്. കൂടാതെ തന്നെ ഇന്ന് ആക്ച്വലി ഓട്ടോ സെയിൽസ് റിപ്പോർട്ട് വരുന്നുണ്ട്. അത് നാളെ നമുക്ക് കൃത്യമായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യാം. GST കളക്ഷൻ, ഇന്ത്യയിലെ GST കളക്ഷൻ 2.10 ലക്ഷം കോടി രൂപ കവിഞ്ഞു എന്നുള്ളതാണ്. കൊടക് മഹീന്ദ്ര ബാങ്കിൻ്റെ മാനേജിംഗ് ഡയറക്ടർ റിസൈൻ ചെയ്തു എന്നുള്ളൊരു ന്യൂസ് ഉണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം എല്ലാം തന്നെ 15% ഉയരും എന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിക്ക് ഇത് ഗുണകരമാണെങ്കിൽ കൂടിയും നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പ്രീമിയം കൂടുമെന്നുള്ളത് നമ്മുടെ നിത്യ ചെലവുകളെല്ലാം തന്നെ കൂടും. നിത്യ ചെലവ് മീൻസ് ഇയർലി ഒരു പ്രാവശ്യമാണ് നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ ഇതുവരെ ഇപ്പോൾ ന്യൂസായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമല്ല, ഇതുവരെ നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടില്ല എങ്കിൽ, നമ്മൾ ഈ ഒരു സ്റ്റോക്കുകൾ വാങ്ങുന്നതിന് മുമ്പ് തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്ത് നമ്മളെയും നമ്മളുടെ കുടുംബത്തെയും ഇത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോൾ അത് ക്യാഷ്ലെസ് ആയ രീതിയിൽ പേയ്മെൻറ്റ് ചെയ്യുന്ന ആ ഒരു കാര്യം ആദ്യം ചെയ്യാനായിട്ട് മറക്കരുത്. ഇനി നമ്മുടെ മാർക്കറ്റിൽ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്കുകളുടെ റിസൾട്ടുകളാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. അംബുജ സിമൻറ്റ് 523 കോടി രൂപ കരസ്ഥമാക്കി. കഴിഞ്ഞ് നമ്മൾ 502 കോടി രൂപയായിരുന്നു. ഡിവിഡൻഡ് 2 രൂപ കൊടുക്കുന്നുണ്ട്. ഓറിയന്റ് സിമൻറ്റ് 67 നിന്ന് 68, സൈബർ ടെക് 5 നിന്ന് 7 കോടി രൂപയിലേക്ക് ഉയർന്നു, ഡിവിഡൻഡ് 2 രൂപ. ഇൻഡസ് ടവർ 1393 കോടി രൂപയിൽ നിന്ന് 1850 കോടി രൂപയിലേക്ക് അറ്റാദായം ഉയർത്തി. RPG ലൈഫ് 10 നിന്ന് 13 കോടി രൂപയിലേക്ക് അറ്റാദായം കുറഞ്ഞു, ഡിവിഡൻഡ് 16 രൂപ കൊടുക്കുന്നുണ്ട്.
മോൾടെക് കമ്പനി 10 നിന്ന് 6 കോടി രൂപയിലേക്ക് കുറഞ്ഞു. 5 സ്റ്റാർ ബിസിനസ് 170 നിന്ന് 236 കോടി രൂപയിലേക്ക് അറ്റാദായം ഉയർത്തി. ജിയോജിത്ത് ഫിനാൻസ് 28 കോടി രൂപയിൽ നിന്ന് 50 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർന്നു. 1.5 രൂപ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. അദാനി ടോട്ടൽ ഗ്യാസ് 177 കോടി രൂപയിൽ നിന്ന് 168 കോടി രൂപയിലേക്ക് സ്ലൈറ്റ്ലി പ്രോഫിറ്റ് കുറഞ്ഞു. 25 പൈസ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. വേദാന്ത ഫാഷൻ 109 കോടി രൂപയിൽ നിന്ന് 116 കോടി രൂപയിലേക്ക് ആദായം ഉയർത്തി. 8 രൂപ 50 പൈസ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ഗ്രാവിറ്റ ഇന്ത്യ 63 കോടി രൂപയിൽ നിന്ന് 68ലേക്ക് ചുരുങ്ങി 5 രൂപ 20 പൈസ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. കാസ്ട്രോൾ ഇന്ത്യ 202 നിന്ന് 216ലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. ഹാവൽസ് 358 നിന്ന് 447ലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. 6 രൂപ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. സോനാകോം കമ്പനി 120 നിന്ന് 140ലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. 1 രൂപ 50 പൈസ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ഫിനോ പേയ്മെൻറ്റ് ബാങ്ക് 22 നിന്ന് 25ലേക്കും ദ്വാരകേഷ് ഷുഗർ 46 നിന്ന് 22ലേക്ക് കുറഞ്ഞു. സെൻട്രൽ ബാങ്ക് 571 നിന്ന് 810 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കൂടി. REC 9 നിന്ന് 12 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. 5 രൂപ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. സിംബണി 16 നിന്ന് 48ലേക്ക് പ്രോഫിറ്റ് കൂടി. 8 രൂപ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. എക്സൈഡ് ഇൻഡസ്ട്രീസ് 210 നിന്ന് 280ലേക്ക് പ്രോഫിറ്റ് കൂടി. 2 രൂപ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇച്ചിരി വേഗത്തിൽ പറഞ്ഞു പോയിട്ടുണ്ട്, കാരണം ഇത് നമ്മുടെ വെബ്സൈറ്റിൽ റിസൾട്ട് അനൗൺസ്മെൻറ്റിലുണ്ട്. നമ്മുടെ ബിസ്മേറ്റ് ട്രേഡിങ്ങിൻ്റെ ട്രേഡ് വണ്ടി എന്ന് പറയുന്ന ടാബിൽ ഇത് അവൈലബിൾ ആണ്. കൂടാതെ തന്നെ റിസൾട്ട് കലണ്ടർ, IPO ഡീറ്റെയിൽസ്, അങ്ങനെ എല്ലാ ഇൻഫർമേഷൻസും നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. ചെക്ക് ചെയ്യുക. ഇനി നമുക്ക് US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത US കമ്പനികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ കാണാം. നെറ്റ്ഫ്ലിക്സ് ഏറ്റവും താഴേന്ന് 1.5%, ഇൻഡൽ 3%, ടെസ്ല 6%, മൈക്രോസോഫ്റ്റ് 3%, മെറ്റ 1.5%, ആപ്പിൾ 1.5%, ഗൂഗിള് 2%, ആമസോൺ 3.5%, എൻവിഡിയ 1.5%. അതിശക്തമായ രീതിയിൽ US മാർക്കറ്റിൽ റിസൾട്ട് വരികയാണ്. അപ്പോൾ റിസൾട്ട്, ചില കമ്പനികളുടെ റിസൾട്ട് സ്ട്രീറ്റ് എസ്റ്റിമേഷന് അടുത്ത് വന്നിട്ടില്ല. അപ്പോൾ അത് കാരണം പ്രോഫിറ്റ് ബുക്കിംഗ്, കൂടാതെ തന്നെ അവിടുത്തെ ഇന്ന് ഏറ്റവും വലിയൊരു ഇവൻറ്റ് വരുന്നുണ്ട്. ഓൾറെഡി തന്നെ നാസ്ഡാക്കും ഡോയെല്ലാം തന്നെ ഉയരത്തിലാണ്. ഇനിയിപ്പോൾ സെൻട്രൽ ബാങ്ക് പലിശ നിരക്ക് കുറയ്ക്കുകയില്ല, എന്തെങ്കിലും നെഗറ്റീവ് കമൻറ്റ് പറഞ്ഞാൽ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകും. അതുകൊണ്ട് പ്രോഫിറ്റിലായ ആളുകൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങുന്ന ഒരു സിനാരിയോ ആണ് ഈവൻ US മാർക്കറ്റിലും ഉള്ളത്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസും വിപ്രോയും ഇടിഞ്ഞിട്ടുണ്ട്. HDFC 1.5% ഇടിഞ്ഞിട്ടുണ്ട്. എന്നാൽ മറ്റു ICICI ബാങ്ക് എല്ലാം തന്നെ ഫ്ലാറ്റായ രീതിയിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. കൂടാതെ തന്നെ ഇപ്പോൾ ഡോ ഫ്യൂച്ചർ ഇപ്പോൾ പോസിറ്റീവ് ആയതുകൊണ്ട് ഇന്ന് വൈകിട്ട് 7 മണിക്ക് ശേഷം യൂസിൽ നിന്ന് വരുന്ന ആ ഒരു തീരുമാനത്തിൻ്റെ ആസ്പദമാക്കിയാണ് ഇനിയിപ്പോൾ നാളെ നമുക്ക് മാർക്കറ്റ് ഉണ്ടാകുക. ആസ് ഓഫ് നൗ ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം ഒരു 100 പോയിന്റ് ഇടിവിലാണ് ഉള്ളത്. നാളെ രാവിലെ 7ക്ക് വിശദമായിട്ട് US ആ ഒരു പലിശ നിരക്ക് വർധനം സംബന്ധിച്ചുള്ള തീരുമാനവും ഗിഫ്റ്റ് നിഫ്റ്റിയും, കൂടാതെ തന്നെ നാളെ നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അതും പുതിയ സ്റ്റോക്ക് ന്യൂസുകൾ നമ്മൾ ഉൾപ്പെടുത്തി ന്യൂസ് നമ്മൾ കവർ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. താങ്ക് യു.